ലീഗിനെ വിമർശിച്ച മാത്യു കുഴൽനാടന് വന്ന ദുർഗതി നോക്കണേ. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടി ലീഗുകാർ വളഞ്ഞിട്ട് തേറിപ്പൂരം നടത്തി. നോക്കണേ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയിച്ച മുന്നണിയിലുള്ളവർ അതേ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു MLA ലീഗ് അണികൾ വഴിയിൽ തടഞ്ഞു നിർത്തി പൂരപ്പാട്ട് നടത്തുന്ന കാഴ്ച കേട്ടുകേൾവി ഉള്ളതാണോ? ലീഗിനെ കൊണ്ട് വർഗീയത കത്തിച്ച് അധികാരത്തിലേറിയതിന്റെ ദുരവസ്ഥ എന്താണെന്ന് ഈ ദൃശ്യം തന്നെ നിങ്ങളോട് സംസാരിക്കും. എല്ലാം നമ്മള് പരസ്പരം ഓർത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരു വലിയ പരിപാടിയുടെ സമാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാക്കരുത്. നമ്മുടെ ഞങ്ങളിൽ വന്നിട്ടുണ്ട്, MLA ഇറങ്ങി വന്നിട്ടുണ്ട്. പ്ലീസ് ഒരു തർക്കവും വേണം ഉണ്ടാക്കല്ലേ. അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുക. നിങ്ങൾ എല്ലാവരെയും പ്രേരിക്കേണ്ടതുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വണ്ടി പോട്ടെ. ഇതിനെതിരെ പ്രതികരിക്കാൻ നട്ടലുള്ള ഒരു കോൺഗ്രസുകാരും ഈ നാട്ടിൽ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താണ് മാത്യു കുഴൽനാടൻ ചെയ്ത തെറ്റ്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞപ്പോൾ ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടണ്ട, ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും കോൺഗ്രസുകാർ ഇടപെടാറില്ലല്ലോ എന്ന് കുഴൽനാടൻ പറഞ്ഞു. അതാണ് രോഷമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് വഴിയിൽ തടഞ്ഞു നിർത്തി ഇമ്മാതിരി ഒരു MLA അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അപമാനിക്കാനും വെല്ലുവിളിക്കാനും ലീഗുകാർ തയ്യാറായത്. എന്താണ് ഇത് കൊടുക്കുന്ന സന്ദേശം? കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ വെറും ഡമ്മിയാണ്, നിങ്ങൾ ഇന്നിപ്പോൾ ജയിച്ചിരിക്കുന്നത് മുഴുവൻ ലീഗിന്റെ ക്രെഡിറ്റ് ആണെന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ വരും ദിവസങ്ങളിൽ ലീഗിനെതിരെ വാ തുറക്കാൻ കോൺഗ്രസ് MLA-മാർക്ക് അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ഇത് തെളിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സ്വന്തം മുന്നണിയിലെ MLA ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വഴിയിൽ തടഞ്ഞു നിർത്തി പ്രവർത്തകർ വിരൽ ചൂണ്ടി രോഷം കൊള്ളുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടുള്ള ജനാധിപത്യ വിസ്മയങ്ങൾ പൊട്ടി ഒഴുകുകയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ലീഗിനെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ജനാധിപത്യത്തിന് സംഭവിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ലീഗിനെ കൊണ്ട് വർഗീയ കളി കളിപ്പിച്ച കോൺഗ്രസ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിലും ലീഗിന്റെ മുന്നിൽ മുട്ടുവിറച്ച് നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ദുരവസ്ഥ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അതിന്റെ നേർ സാക്ഷ്യമാണ് മൂവാറ്റുപുഴയിൽ കണ്ട ഈ കാഴ്ചയെന്ന് പറയേണ്ടി വരികയാണ്.